സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ഷറഫ് അലി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശ്രീ ഷറഫ് അലി. വാമോസ് അർജന്റീന, ഈ എഫേർട്ടുകളെല്ലാം എടുക്കുന്ന സമയത്ത് അങ്ങയുടെ പങ്കാളിത്തം, സഹകരണം, അങ്ങയുടെ ആഗ്രഹം ഇതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരു വേള ഇത് നടക്കില്ല എന്ന ചില തോന്നലുകളൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിൽ നമുക്ക് ചെറിയ നിരാശയൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴും അങ്ങേക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് നടക്കും എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ഉള്ളിൽ ഒരു കളവും ഉണ്ടാവില്ല, ഒരു മറയും ഉണ്ടാവില്ല, ഒരു ചതിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ടാഗിലിന് ഇതായിരുന്നല്ലോ, മെസ്സി ചതിച്ചാശാനെ, ഒരു ഫുട്ബോൾ കളിക്കാരൻ ഒരിക്കലും ചതിക്കാൻ കഴിയില്ല, അല്ലേ ശ്രീ ഷറഫ് അലി? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ സാർ പറഞ്ഞത് 100% കറക്റ്റാണ്. നമ്മൾക്ക് മെസ്സിയും അർജന്റീനയും ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഫുട്ബോൾ പ്രേമികൾ, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്ക് അതീതമായ സന്തോഷമുള്ള ഒരു നിമിഷം എന്ന് തന്നെ പറയാം. അതിന് പ്രത്യേകം നന്ദി പറയേണ്ട 2 വിഭാഗം ആളുകൾ. ഒന്ന്, നമ്മുടെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ഒരുപാട് കാലത്തെ പരിശ്രമം എന്ന് പറയാം. അതിലുപരിയായിട്ട് ഇതിന് സ്പോൺസറായിട്ട് നിന്നിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ്രോ സാറ്, റോജി സാർ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഡയറക്ടർമാർ, കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ടൊരു ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും പല കോണുകളിൽ നിന്നും എതിരായിട്ടുള്ള, നടക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണോ നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണോ എന്നറിയില്ല, പല വിമർശനങ്ങളും കല്ലേറുകളും ലഭിച്ചിട്ട് പോലും അതൊക്കെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചുകൊണ്ട് അർജന്റീന വിത്ത് മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള റിപ്പോർട്ടർ ചാനലിന് അത് അബ്ദുറഹിമാൻ സാറിനും അഭിനന്ദനവും സന്തോഷവും അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഒരുപക്ഷെ നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് പറഞ്ഞോളൂ ഒരു നൂറ്റാണ്ടിൽ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് അർജന്റീന വിത്ത് മെസ്സി കേരളത്തിലേക്ക് എത്തുക. ഇത്തരത്തിലൊരു മെസ്സിനി ഉണ്ടാവുമോ നമുക്കറിയില്ല, ഇത്തരത്തിലുള്ള അർജന്റീന ടീമിന് ഉണ്ടാവുമോ നമുക്കറിയില്ല. ഇനി അങ്ങനെയുള്ള സമയത്ത് തന്നെ ഇന്ന് ജീവിക്കുന്ന ഫുട്ബോൾ പ്രേമികൾ ആളുകളായിക്കോളാം എന്നുള്ള ജീവിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു അവസരം എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കൽ മാത്രം അനുഭവിക്കാനും സന്തോഷിക്കാനും പറ്റുന്ന ഒരു അവസരമാണ്. അത് ഒരുക്കി തന്ന റിപ്പോർട്ടർ ചാനലിനോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ. ശ്രീ ഷറഫ് അലി, ഞാൻ പറയായിരുന്നു, ഈ മെസ്സി വന്നു പോയതിനു ശേഷം നമ്മുടെ ഈ ഫുട്ബോൾ മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാവണം, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നീട് വികസിക്കണം, നമുക്ക് ഈ പാഷൻ ഉണർത്താനേ കഴിയൂ. അപ്പോൾ ചെറിയ കാര്യമല്ലല്ലോ മെസ്സി വന്നൊരു ഉദ്ഘാടനം ചെയ്ത് ഫോട്ടോ എടുത്ത് പോവുകയല്ലല്ലോ. മെസ്സി വന്ന് നമ്മുടെ മണ്ണിൽ കാൽപന്ത് കളി കളിക്കുകയാണ് അർജന്റീനയുടെ ടീമിനോടൊപ്പം. അപ്പം അത് കാണാൻ വരുന്ന കുട്ടികൾക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും അത് കൊടുക്കുന്നൊരു ആവേശം ചെറുതായിരിക്കില്ലല്ലോ ശ്രീ ഷറഫ് അലി. ഞങ്ങൾ നേരത്തെ ബാറ്റിസ്റ്റൂട്ടയുടെയൊക്കെ കഥ പറയുകയായിരുന്നു. ഒരു ലോകകപ്പ് വിജയം ബാറ്റിസ്റ്റൂട്ട എന്നൊരു താരത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന്. അതേപോലെ എങ്ങനെ അറിയാൻ പറ്റും മെസ്സി വന്ന് മടങ്ങുമ്പോൾ കേരളത്തിൽ നിന്ന് മറ്റൊരു മെസ്സിയോ ബാറ്റിസ്റ്റൂട്ടയോ ഒക്കെ ഉണർന്നു വരില്ലെന്ന്? തീർച്ചയായിട്ടും അങ്ങ് പറയുന്ന വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ്. ഒരു മെസ്സി വന്ന് പോവുക എന്നുള്ളതല്ല. ഈ ഫുട്ബോളിന് കേരളത്തിൽ കിട്ടുന്ന ഒരു പ്രചാരമുണ്ട്. ഇപ്പോൾ തന്നെ ഫുട്ബോളിന് നല്ല പ്രചാരമുണ്ട്. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ ISL പോലെയുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് വന്നപ്പോൾ കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കിട്ടിയിരുന്നു. നിർഭാഗ്യവശാൽ ആ പോപ്പുലാരിറ്റി ഒന്നും നമ്മുടെ നിലവാരം ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതിനൊരു മാറ്റം വരണം എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അത് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാതലായ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പരിശ്രമം വേണം. അതിലുപരിയായിട്ട് എനിക്ക് അരുൺ സാർ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, റിപ്പോർട്ടർ ചാനലിൻ്റെ MD ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളൊരു മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം, മറിച്ച് കേരള ഫുട്ബോളിന് ആ മെസ്സിയുടെ വരവ് ഏതൊക്കെ രീതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അതിനുള്ളൊരു പരിശ്രമം കൂടി ഉണ്ടാവും. ഗ്രാസ് റൂട്ടിൽ നിരവധി അക്കാഡമികൾ ആരംഭിച്ച്, റെസിഡൻഷ്യൽ അക്കാഡമികൾ ആരംഭിച്ചുകൊണ്ട് ആ മെസ്സി വരുമ്പോൾ ഉള്ള കേരളത്തിലുണ്ടാവുന്ന ഓളം കേരളത്തിലെ ഫുട്ബോൾ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ ഉപയോഗിക്കുമെന്ന് അദ്ദേഹം ഒരു വാക്ക് തന്നിട്ടുണ്ട്. ആ വാക്ക് നമുക്ക് വിശ്വസിക്കാം. മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞുള്ള വാക്ക് പോലെ തന്നെ കേരളത്തിൻ്റെ ഫുട്ബോൾ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതും വിശ്വസിക്കാം. അതേപോലെ തന്നെ അത്തരം ആ പരിശ്രമങ്ങളിലൂടെ കേരള ഫുട്ബോളും ഇന്ത്യൻ ഫുട്ബോളിനും അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. അതൊരു വലിയ വിഷയമായതുകൊണ്ട് ദീർഘമായ
ചർച്ചയിലൂടെ നിരവധി ആളുകളുടെ, നിരവധി വകുപ്പുകളുടെ ഒരു സപ്പോർട്ട് അതിനാവശ്യമാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും. അതിലൂടെ കേരള ഫുട്ബോളും ഇന്ത്യൻ ഫുട്ബോളും ഉയരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിനി തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് പോകേണ്ട സമയമാണ്. സമയം ഇങ്ങ് അടുത്തു, വളരെ കുറച്ച് സമയമേ ഉള്ളൂ അല്ലേ ശ്രീ ഷറഫ് അലി? തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തുടക്കത്തിലേ നമ്മളൊക്കെ പറയുന്നുണ്ട്, ചുരുങ്ങിയതൊരു 3 മാസമെങ്കിലും നമുക്ക് കിട്ടണം. 3 മാസം കിട്ടിയാൽ തന്നെ ഈ ഈവൻ്റ് ഗംഭീരമാക്കാൻ പറ്റും, തയ്യാറെടുപ്പുകൾ ഗംഭീരമാക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞ പോലെ കഷ്ടിച്ച് 3 മാസമേ ഉള്ളൂ. ഏതായാലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം പോലെ തന്നെ മെസ്സി വരും, അർജൻറ്റീന വരും എന്നുള്ള പ്രഖ്യാപനം AFA നടത്തിയിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും കളയാതെ സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിൻ്റെ കായിക വകുപ്പും സ്പോൺസർമാരായ റിപ്പോർട്ടർ ചാനൽ ഫുട്ബോൾ പ്രേമികളും കഠിനാധ്വാനം, പരിശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഈ ഇവൻ്റ് ഗംഭീര വിജയമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുറപ്പാണ്. അതിനുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും പരിശ്രമം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു ശ്രീ ഷറഫ് അലി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫ് അലിയാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക്സ് എ ലോട്ട്.